ചരണവും വാർഷികം ആചരിക്കുന്ന തോമസ് ബാസ്കൻ, അനീഷ് ജോസഫ് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഷൈനി പരേര, അതോടൊപ്പം തന്നെ മോഷൻ സ്വാഗതമായി വിവാഹ വാർഷികം ആചരിക്കുന്ന സജു ബീനയും പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന റോബിൻ പ്രത്യേകമായിട്ട് ഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Yeah.
അങ്ങയുടെ സത്യത്തെ ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോഴും സ്വീകരിക്കാൻ ഞങ്ങളുടെ ആളുകളെ സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചു നിൽക്കുന്ന സമയത്ത് നിരന്തരമായി ചിന്തിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യമാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങേരാവിനെ സൃഷ്ടാവാകും സർവ്വത്തിന്റെയും നാഥായനെയും അതുവഴി ആത്മശക്തിയിലുപകരിക്കുന്ന സ്നേഹവും സഹനവും രക്ഷയും ഞങ്ങൾ ഭരണമിക്കുന്നതിനും നിലനിർത്തവരെ സ്തുതിക്കുന്നതിനും അങ്ങനെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനും നീക്കും അപരാധങ്ങളും പാപങ്ങളും ഒരിക്കൽ നിങ്ങൾ അന്ന് ഈ ലോകത്തിന്റെ ഗതി തുടർന്നും അനുസരണത്തിന്റെ
ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലിലേക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ട് അവർ സ്ഥലമുയർത്തി യേശുവേ ഗുരു, ഞങ്ങളെ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിനെ കണ്ട സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ സന്ധ്യാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേരുടെ? ഈ വിജാതിയില്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കൈത്താക്കാലത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 6ാമത്തെ ആഴ്ചയിൽ, കൈത്താക്കാലത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ തിരുസഭ നമുക്ക് നൽകിയ സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 17ാം അധ്യായത്തിലെ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന യേശുവിന്റെ വചനമായ ചിത്രം. ലൂക്കായുടെ സുവിശേഷമാണ് നമ്മൾ വായിച്ചിരുന്നത്. നമ്മുടെ ലൂക്കാ സുവിശേഷകൻ 3 കാര്യങ്ങളാണ് അറിയപ്പെടുക. മനോഹരമായ ചിത്രം വരയ്ക്കുന്ന ആള്, കലാകാരനാണ്, ചിത്രം വരയ്ക്കുന്ന ആളാണ്. വിശുദ്ധ അമ്മയുടെ മനോഹരമായ ചിത്രങ്ങൾ ഈ ലൂക്കാ സുവിശേഷകൻ വരച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത് അറിയപ്പെടുന്ന ചരിത്രകാരനാണ് ലൂക്കാ സുവിശേഷകൻ. കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് ആണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലി ആണ് ലൂക്കാ സുവിശേഷകന്റെ ജീവിതത്തിലുള്ളത്. മൂന്നാമതായിട്ട് അദ്ദേഹം ഒരു വൈദ്യനാണ്, ഡോക്ടറാണ്. കൂടി നമ്മൾ താല്പര്യങ്ങൾ ഒക്കെ പറയപ്പെടുന്നുണ്ട്. ലൂക്കാ സുവിശേഷകനെ പറ്റി ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ സുവിശേഷം നമുക്കറിയാം, 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന ചിത്രം. യേശു സമരിയായിൽ നിന്ന് ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. നോ മാൻസ് ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് 10 കുഷ്ഠരോഗികളെ കണ്ടുകൊണ്ടത്. ഈ കുഷ്ഠരോഗികളെ യേശുവിനെ കണ്ടുകൊണ്ടത്. അവരവിടുന്ന് വിളിച്ച് അപേക്ഷിക്കാൻ ഞങ്ങളുടെ കുഷ്ഠം സുഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടായിരിക്കണം യേശു ഈ ആരുമില്ലാതെ നോ മാൻസ് ലാൻഡിൽ കൂടെ യാത്ര ചെയ്യും? കാരണം ഈ കുഷ്ഠരോഗികൾ അന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, കുഷ്ഠം പിടിച്ചുകാരുടെ സമൂഹത്തിലെ കുടുംബത്തിലെ ജീവിക്കാൻ അവകാശമില്ല. രോഗത്തെക്കാളുപരിയായിട്ട് മാനസികമായ തകർച്ചയിൽ അവർ ജീവിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് യേശുവിനെ അവർ കണ്ടുമുട്ടുക. യേശു അവർക്ക് വേണ്ടി കരുണ കാണിക്കുക. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുന്ന യേശുവിന്റെ ചിത്രം നമുക്കറിയാം. ഇവർ വന്ന് യാചിച്ചവർക്കൊന്നും ഇവർക്ക് രോഗസൗഖ്യം കിട്ടുന്നില്ല. യേശു പറഞ്ഞ നിങ്ങൾ പോയിക്കൊടുക്കുക, നിങ്ങളതിന് പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അന്നത്തെ സമൂഹത്തിന്റെ ആഗ്രഹമാണ് കുഷ്ഠരോഗത്തിന് സുഖം പ്രാപിച്ചാൽ പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തണം, കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് പോയിക്കൊള്ളുക. അല്ലാതെ ഇന്നത്തെ കാണിക്കുന്ന പോലെ കൈകൊണ്ട് വീശി കൈകൊണ്ടൊക്കെ വീശി സുഖപ്പെടുത്തുന്ന ശൈലിയിൽ ഈശോ അവർക്ക് സാധനമൊക്കെ വന്ന് പോയിക്കൊള്ളുക. അവരത് വിശ്വസിച്ച് പോയി എന്നുള്ളതാണ്. പോകുന്ന വഴിക്കാണ് അവർ സുഖം പ്രാപിക്കുന്നത്. ഒന്നാമത്തെ പോയിട്ട് വഴിയാണ് പോകുന്ന വഴി. ഇനി അവര് പോകാൻ പറ്റുന്നൊന്നും കുഷ്ഠമൊന്നും സുഖപ്പെട്ടിട്ടില്ല. പോകുന്ന വഴിക്കാണ് കുഷ്ഠം സുഖപ്പെടുത്തുന്നത്. ആ പൊക്കോളാൻ പറയുമ്പോൾ അവരുടെ ആഴമായ വിശ്വാസം എന്തെങ്കിലും ചെയ്യും എന്നുള്ള ആഴമായ വിശ്വാസത്തിന്റെ മേഖലയിലേക്ക് അവർ കൈപിടിച്ച് ചേർക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈശോയുടെ അപേക്ഷിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷേ ഈശോ പറയുന്ന ഒരു കാര്യവും ഈശോ പറയുന്നത് കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറായാൽ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ അസ്വസ്ഥതകളൊക്കെ മാറാൻ കാരണം ഈശോയുടെ വിശ്വാസം ഉണ്ടായിരിക്കും. രണ്ടാമത് നമുക്കറിയാം, കുഷ്ഠരോഗം ബാധിച്ച് പോകുന്ന വഴിക്ക് 10 പേർ, അതായത് 9 പേരെ കൂടുതലും ഒരാൾ സമയക്കാരൻ നടക്കും. ആ 9 പേര് കിട്ടിയ ഗ്രഹമുണ്ട് പുരോഹിതനെ കാണിക്കാനായിട്ടുള്ള, സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കാനുള്ള തത്രപ്പാടാണ് പുരോഹിതനെയാണ് കാണാനായിട്ടുള്ളത്.
അത് സമയാന്തമല്ല. നമുക്കറിയാം യഹൂദരുമായിട്ട് ശത്രുതകളുണ്ട്. പക്ഷെ അവൻ ലഭിച്ച അനുഗ്രഹത്തിന് തിരിച്ചു വന്ന നന്ദി പറയും ഈശോയോട്. നമുക്ക് നൽകുന്ന പാഠം നടത്തുന്നത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന് നന്ദി പറയണമെന്ന് ഇത്രയും പേരോട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബോധ്യമുള്ളതുകൊണ്ട് ഈ ഒരാഴ്ചത്താണ് കുറേ പേരെ ഓണത്തിന് പോയി സിദ്ധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പള്ളിയിൽ ശൂന്യം. അപ്പോൾ ലഭിച്ച അനുഗ്രഹത്തിന് ഒരാഴ്ചക്കാലം ലഭിച്ച അനുഗ്രഹത്തിന് നിങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിന് നന്ദി പറയുന്ന ബോധ്യമുള്ള ഇത്രയും പേര് സിനിമ കാണാതെയും ഓണം കാണാതെയും ഒക്കെ നല്ല ബിരിയാണിയും കോഴിയൊക്കെ കിട്ടും. അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വരാൻ കാരണം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വരാനുള്ള കടപ്പാടും ഇവിടെയൊക്കെ എത്തിച്ചതിനുള്ള കടപ്പാടും ആ നന്ദിയൊക്കെ പ്രകാശിപ്പിക്കാനുള്ള ത്വരയൊക്കെയാണ് എത്തിച്ചത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നുള്ളത്. നമുക്കറിയാം ഈ 9 പേര് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ രക്ഷപ്രാപിച്ചൊന്നും കളിക്കില്ല. പക്ഷേ ഈ സമയക്കാരൻ തിരിച്ചു നന്ദി വന്ന പ്രദേശിക്കുന്ന വാക്ക് നിന്റെ വിശ്വാസത്തെ രക്ഷിച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷയുടെ അനുഭവമായിട്ടാണ് അവൻ തിരിച്ചു പോകുന്നത്. യേശുവിനെ വീണ്ടും അനുഭവിച്ചപ്പോൾ ഓരോ ബലിയർപ്പണത്തിലും നമ്മുടെ രക്ഷയുടെ അനുഭവമായിട്ട് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ബലിയർപ്പണവും ദൈവത്തിലെ ദേവാലയം കടന്നു വന്ന ദൈവത്തിന് നന്ദി പറയുമ്പോൾ രക്ഷയുടെ അനുഭവമാണ് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് അത് നമുക്കും നമ്മൾ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തികൾക്കും രക്ഷയുടെ അനുഭവമായിട്ട് വിശ്വാസത്തിന്റെ ആഴമായിട്ട് കാണാൻ സാധിക്കും. ഒളിപ്പിക്കപ്പെട്ടവരെ നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കൊരു നാളെ കുടുംബം ആരംഭിക്കുകയും പക്ഷെ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണമൊക്കെ നമുക്ക് ഉത്തരവാദിത്തമാണ്. മോനെ അമ്മ ആവശ്യത്തെ അമ്മ സഹത്തിലൂടെ കടന്നുപോയവളെ വിശ്വസിച്ചവളാണ് ദൈവത്തിന് അനാഥമായി വിശ്വസിച്ചവളാണ്. ഈ വിശ്വാസ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഈ 8 നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായിട്ടും അമ്മയോടും അമ്മയിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് നമുക്ക് നാളെ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹത്തോടും കൂടെ കൊടുക്കുന്ന കർത്താവിനെ എന്ന് അപേക്ഷിക്കാം. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുരുക്കത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോടൊന്ന് ചിന്തിക്കാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിയുന്ന പങ്കാളികളാകാനുള്ള സന്മനസ്സത്തെ വിജയം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തുകയും സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ലീഹന്മാരും പ്രവാചകന്മാരും ഉള്ള അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധരുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ സഭയുടെ പിതാവ് പ്രധാനമായ ആർച്ച് ബിഷപ്പ് എല്ലാ മന്ത്രാലയം ആത്മീയ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് സഹായിക്കണമേ. വിശുദ്ധിയോടും ദേഷ്യതയോടും കൂടെ സന്ദേശത്തോട്ട് ചെയ്ത് അങ്ങേ വാദപ്പെടുത്തുവാൻ വേണ്ടി സേവനിക്കുന്ന
മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭദ്രതാക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ കൃപ ഞങ്ങളുടെ കരങ്ങളുടെ വൃത്തിയാകുവാൻ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും പിതാവിനോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നിങ്ങളെയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും കൃപാവൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ദൈവത്തിന് ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ മഹത്വമേറിയ രാജ്യമാകും എല്ലാ തലങ്ങളിലും എല്ലാ നാമങ്ങളുടെയും എല്ലാ സൃഷ്ടികളും കുറിച്ചും പഠിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അകപ്പെടുകയും ചെയ്തു.
പൗരന്മാരോടും സഭന്മാരോടും ചേർന്ന് നാഗരാണിക്ക് സമർപ്പിക്കുന്നു. ുമ്പോൾ
പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ ദേവാലയത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷ വഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതിനു വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കും ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും പ്രത്യേക നിയോഗങ്ങളോട് ആരാധിച്ച് മാറ്റപ്പെടുത്തുന്ന എല്ലാവർക്കും അങ്ങനെ പ്രത്യേകമായ സംരക്ഷണവും സഹായം ലഭിക്കുന്നതിനു വേണ്ടിയും ഈ കൂട്ടായ്മയുമായി മാത്രമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ദേശങ്ങളും അതിസമർത്ഥമായി ഗ്രഹിക്കപ്പെട്ടതിനു വേണ്ടിയും യോഗ്യരും പാപികളും ബലഹീനമായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനകൾ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും സിദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് ആത്മപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്ന് ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാർഗ്ഗദീസായുടെ സജീവവും ജീവദായകവുമായ യാഥാർത്ഥ്യത്തിലും പരിശുദ്ധ കത്തോലിക്കസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ ധർമ്മനിയോ വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്ന് മനുഷ്യരും അറിയട്ടെ. കർത്താവേ, രക്ഷകനുമായി ശബശികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മഹനീയവുമായ ഭക്തിജനവും പരിശുദ്ധവും ദൈവനായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും നൽകുന്നതിന് സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം നിന്നോട് ദയ തോന്നണമേ. Sweet
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരത്തോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ശരണത്തോടെ അപരാധങ്ങൾ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും തലങ്ങളും പിടിഞ്ഞ് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധയും നിർമ്മലഹൃദയരും പ്രസന്നാകലും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ,
ചില അറിയിപ്പുകൾ. നാളെ മുതൽ 8 നോമ്പ് ആരംഭിക്കുകയാണ്. സാധിക്കുന്നവര് നോമ്പ് എടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഈ 8 ദിവസങ്ങളിൽ മൊബൈലിൽ ഉപയോഗം കുറച്ച് കുറച്ച് സമയം ബൈബിൾ വായിക്കുവാനും ജപമാല കൂടുതൽ പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളും വിശുദ്ധ അമ്മയുടെ അമ്മയെ കൊണ്ട് പറയാനായിട്ട് ദിവസം നമുക്ക് പ്രാർത്ഥിച്ചു വരുന്നു. കിട്ടുന്നുണ്ടോ? അടുത്ത ഞായറാഴ്ചയായിരിക്കും 8 നോമ്പിൻ്റെ കുർബാന. നമ്മുടെ അടുത്ത ഞായറാഴ്ചയായിരിക്കും 8 നോമ്പിൻ്റെ കുർബാന. 8 നോമ്പിൻ്റെ ആദ്യ ദിനമായ നാളെ 4 മണിക്ക് വിശുദ്ധ കല്ലറയിൽ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 6 മണിക്ക് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ഓണാഘോഷം നടക്കുന്നതെന്ന് കഴിയാം. ഇത്രയും പേര് പള്ളി ഭവനിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഓണാഘോഷം മാത്രമല്ല സമയമാണ് ഒഴിവാക്കി നിങ്ങൾ വന്നു. നമുക്ക് ദീപാവലികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഓണാഘോഷമൊക്കെ നമുക്ക് ഈ കളികളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് പ്രത്യേകമായിട്ടൊരു കളിയാണ് ബോള് ബോള് കൈമാറുക. ബോളിന് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സമാധാനം കൊടുക്കുന്നത് ആ ഒരു ശരീരം നമുക്ക് മാറ്റാൻ കൊടുക്കുന്നത് വേണമെങ്കിൽ പറ്റുന്ന തിരിയുന്നില്ല. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഓണാഘോഷ പരിപാടിയൊക്കെ അയക്കുവാണല്ലോ. അപ്പോൾ ഓണാഘോഷത്തിന് മെയിനായിട്ടുള്ള അയക്കുവാണ് ബോർഡ് പാസ് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ കളിയുണ്ട് അല്ലേ? ക്ലിയറല്ലേ? അപ്പം നമുക്ക് ചില സമയത്ത് നോക്കുമ്പോൾ ഈ സമാധാനം കൊടുക്കണമെന്ന് കാണുമ്പോൾ ഇപ്പം വേണമെങ്കിൽ വെച്ചു അങ്ങനെയാണ് ഈ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വെച്ചാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന പരിപാടി. അതെനിക്കാണെന്ന് പറയുന്ന ആൾക്കാണ് പറയുന്നുണ്ട്. നമുക്ക് അന്ന് നിർത്തുന്ന സമയമായി നിർത്തുകയായി നമ്മൾ നേരെ ഒന്ന് നോക്കി മര്യാദയ്ക്ക് സമാധാനം മുഖത്തോട്ട് പറ്റുമെങ്കിൽ പുഞ്ചിരിച്ച് ഇപ്പോൾ കൊടുക്കുവാണെങ്കിൽ നല്ലതല്ല. പറ്റുമെങ്കിൽ ശത്രുക്കളെ ഒരു കൂടെ അടുത്ത് പോയി പറ്റുമെങ്കിൽ ശത്രുക്കളുടെ അടുത്ത് പോയി അടുത്ത് പോകാൻ വരുമ്പോൾ കൊടുത്ത സമാധാനം കൊടുത്ത് ആ ജീവിതമായ സമീപിച്ച് ഇവയിൽ പങ്കെടുവാൻ യോഗ്യതയുള്ള നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവിനെ സ്തുതിയും കൃതജ്ഞതയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ പ്രതിപക്ഷിച്ചത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവൻ ഇനി മായിദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗ്ഗവാസികളോട് ചേർന്ന് അങ്ങയെ പോറ്റുവാനും ഞങ്ങൾ കടപ്പെട്ടതാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശുമിശിഹായെ സുദേഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ ദിവസങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി വിരോധത്തെ ആചരിപ്പിക്കുവാനും പ്രത്യാശയുടെ നാമം വിളിച്ച് അപേക്ഷിക്കാനും സ്നേഹത്തിന്റെ സ്ഥാപനങ്ങൾ പുറപ്പെടുവിച്ച് നിത്യസൗഭാഗ്യത്തിൽ അപരാധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായനെയും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മളെ ശക്തരാക്കട്ടെ.
സജീവമായ സംരക്ഷിതമാകട്ടെ ഇപ്പോഴും എപ്പോഴും സൃഷ്ടി ജീവന്റെയും മരണത്തിന്റെയും ഒരു
സജീവവും ജീവകാലവുമായ സത്യത്താൽ ദാസനെ ഏൽപ്പിച്ചിരുന്നാവേ ആശ്രിതമായ ദേശത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ പത്രാസം നൽകുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവരും കണ്ണുകളും നീതിമാനാകുകയാവേ ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ പരിപാലിക്കണമേ, ഉദാഹരണവരെ മഹിമകൾ ഉപയോഗിക്കണമേ, ജീവനെയും മരണത്തിനെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ദിവസത്തിൽ